നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കി വെച്ചിരുന്നത് രജിസ്ട്രേഷൻ ഫീൽഡാണ്. അതായത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ യൂസർ നെയിം, ദെൻ ഇമെയിൽ, ദെൻ പാസ്വേഡ്, ഈ 3 ഫീൽഡുകൾ കൊടുത്താണ് നമ്മൾ യൂസറെ രജിസ്റ്റർ ചെയ്തത്. ഇനി നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ടോന്ന്, പാസ്വേഡ് ആൻഡ് കൺഫേം പാസ്വേഡ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാസ്വേഡ് ആൻഡ് കൺഫേം പാസ്വേഡ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫീൽഡിൽ പോയിട്ട് ഒരു HTML ഫീൽഡ് കൂടി ആഡ് ചെയ്യാം. നമ്മുടെ ഫീൽഡ് register.html നമുക്ക് ഒരു ഫീൽഡ് കൂടി വേണം നമ്മുടെ കൺഫേം പാസ്വേഡിന് വേണ്ടി. സോ ഇതാണ് നമ്മൾ പാസ്വേഡിൻ്റെ ഡിവ്. അത് കോപ്പി ചെയ്യാം, തൊട്ട് താഴെ തന്നെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ പാസ്വേഡ് നമുക്ക് കൺഫേം പാസ്വേഡ് ആക്കാം. ഓക്കെ, പാസ്വേഡ് നമ്മൾ കൺഫേം പാസ്വേഡ്, ഈ ID വേണ്ട, റിപ്പീറ്റഡ് ആയി വന്നിട്ടാണ്. ഓക്കെ, ഇതിൻ്റെ നെയിം നമ്മൾ മാറ്റണം, കാരണം കൺഫേം _ പാസ്വേഡ് എന്നാക്കി. കാരണം ഈ പാസ്വേഡാണ് നമുക്ക് കൺഫേം പാസ്വേഡ് വന്നത് ഈ ഇതിൻ്റെ കൂടെ ബൈൻഡ് ചെയ്താണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നെയിം മാറ്റി നമ്മുടെ പേജ് പോയിട്ടൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, പാസ്വേഡ് ആൻഡ് കൺഫേം പാസ്വേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഫീൽഡ് പാസ്വേഡ് കൺഫേം, കാരണം ഈ 2 ഫീൽഡ് കറക്റ്റ് ആയില്ല. അപ്പോൾ നമ്മൾ അടിക്കുന്ന പാസ്വേഡ് ഇല്ലേ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അടിക്കില്ലേ. അപ്പോൾ നമ്മൾ 1 2 3 2 3 4 5 അങ്ങനെ 2 മാറിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമുക്ക് രജിസ്റ്റർ ചെയ്യണം. കാരണം നമ്മൾ അടിച്ച പാസ്വേഡ് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ചെക്ക് ചെയ്യേണ്ടത് ഈ പാസ്വേഡും ഈക്വൽ ആണോ, കൺഫേം പാസ്വേഡും സെയിം ആണെങ്കിൽ മാത്രം നമുക്ക് രജിസ്ട്രേഷൻ ചെയ്തത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ഭാഗത്ത് ഈ സെക്ഷൻ ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ജാങ്കോയിൽ വ്യൂ ഫംഗ്ഷൻ തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഇത് ഏറ്റവും ബെറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ HTML സൈഡിൽ തന്നെ, അതായത് ക്ലയൻറ്റ് സൈഡിൽ തന്നെ നമുക്കിതിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റോ jQuery ഉപയോഗിച്ച് പാസ്വേഡും കൺഫേം പാസ്വേഡും ഈക്വൽ ആണോ എന്ന് നോക്കുന്നതാണ് ബെറ്റർ. ഇപ്പോൾ നമ്മൾ തൽക്കാലം വ്യൂ ഫംഗ്ഷനിലാണ് എഴുതുന്നത്, ക്ലയൻറ്റ് സൈഡ് വെരിഫിക്കേഷൻ നമ്മൾ നോക്കുന്നില്ല. നമുക്ക് ഇതിന് ശേഷം ജാവാസ്ക്രിപ്റ്റിൽ ഇവിടെ വെരിഫിക്കേഷൻ ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ വ്യൂ ഫംഗ്ഷനിൽ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് കൺഫേം പാസ്വേഡ് കൂടി ഗെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൺഫേം പാസ്വേഡ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൺഫേം പാസ്വേഡിന് കൺഫേം പാസ്വേഡ് നമ്മൾ കയറ്റിവിട്ട നെയിമും ഓക്കെ. അപ്പോൾ കൺഫേം പാസ്വേഡ് നമ്മളിവിടെ ഗെറ്റ് ചെയ്തെടുത്തു. ദെൻ ഈഫിനകത്ത് നമ്മൾ ആ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. നമ്മളൊരു ഈ റിക്വസ്റ്റ് ഈക്വൽ ടു മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ മാത്രമാണ് ഈ ബോഡിക്കകത്ത് കയറുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഒരു കണ്ടീഷൻ ഇതിനകത്ത് അഗൈൻ ചെക്ക് ചെയ്യണം. ഈഫ് ഈ പാസ്വേഡ് ഈക്വൽ ടു അതായത് കമ്പാരിസനാണ് കൺഫേം പാസ്വേഡ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമുക്ക് ഈ പ്രിൻ്റ് എടുത്ത് കളയാം, അത് ആവശ്യമില്ലാത്തതാണ്, നമ്മൾ ജസ്റ്റ് കാണാൻ വേണ്ടിയത്. കൺഫേം പാസ്വേഡ് ഈക്വൽ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, യൂസറെ ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതിനൊരു എൽസ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് എഴുതാം. എൽസ് എന്തായിരിക്കണം, നമുക്കൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിക്കണം. എന്ത്, യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ആൻഡ് കൺഫേം പാസ്വേഡ്, പാസ്വേഡ് നോട്ട് ഈക്വൽ, അങ്ങനെ എന്തെങ്കിലും ഒരു ഈ ലോഗിനും ഇതിനകത്ത് പോകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ പാസ്വേഡ് ആൻഡ് കൺഫേം പാസ്വേഡ് ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രം യൂസറെ ക്രിയേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, എൽസ് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു, മെസ്സേജ് ഡോട്ട് എറർ എടുക്കാം. നമുക്ക് റിക്വസ്റ്റ് നമ്മുടെ എന്താണ് മെസ്സേജ്, നമുക്ക് മെസ്സേജ് ഞാൻ ജസ്റ്റ് പാസ്വേഡ് നോട്ട് ഈക്വൽ, പാസ്വേഡ് നോട്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, പാസ്വേഡും കൺഫേം പാസ്വേഡും നമ്മൾ
സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ടൈപ്പ് ചെയ്യണേ ഈക്വൽ. ഓക്കെ, രണ്ടും നമ്മൾ ടൈപ്പ് ചെയ്യണം. അപ്പോൾ പാസ്വേഡ് നോട്ട് ഈക്വൽ ജസ്റ്റ് ഞാനൊരു ഡമ്മി ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഈ സെയിം പേജിലേക്ക് തന്നെ റിട്ടേൺ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെയിം പേജിലേക്ക് തന്നെ റിട്ടേൺ കൂടെ കൊടുക്കണം. ഇല്ലെങ്കിൽ എൽ സ്റ്റേറ്റ്മെൻറ്റിൽ റിട്ടേൺ പോവില്ല. റിട്ടേൺ റിക്വസ്റ്റ് രജിസ്റ്ററോട് അറ്റാച്ച് ചെയ്യണം. റിട്ടേൺ റീഡയറക്റ്റ് കൊടുത്താലും നമുക്ക് റീഡയറക്റ്റ് എടുക്കാം. റീഡയറക്റ്റ് ഇങ്ങോട്ട് റീഡയറക്റ്റ് സെയിം പേജ് തന്നെ. സോ നമ്മൾ നമ്മുടെ ബ്ലോഗ് കോളം രജിസ്റ്റർ എന്നാണ് നമ്മൾ URL പേര്. രജിസ്റ്റർ നമ്മൾ സെയിം ഇതിലേക്ക് തന്നെ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് എറർ ഉണ്ടോ എന്ന് നോക്കാം. ഇല്ല, സിൻടാക്സ് എറർ ഒന്നുമില്ല. ഓക്കെ, ഞാൻ യൂസർ നെയിം സംതിങ് എഴുതുവാണ്. നമുക്ക് പാസ്വേഡ് 1 2 3 കൺഫേം പാസ്വേഡ് 111 കൊടുത്തു. ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പാസ്വേഡ് നോട്ട് ഈക്വൽ. ഓക്കെ, നമ്മുടെ ഈ എറർ വരാൻ കാരണം നമ്മൾ ഓൾറെഡി ലോഗിനിൽ നിന്നാണ് കോപ്പി ചെയ്തെടുത്തത്. സോ ലോഗിൻ നമ്മൾ ചെയ്തായിരുന്നു എറർ വരാനുള്ള മെസ്സേജസിന്. സോ ഇതിലും സെയിം തന്നെ കോപ്പി കൊണ്ട് നമുക്ക് ആ എറർ, അല്ലെങ്കിൽ നമ്മൾ ഈ ഫീൽഡ് ജസ്റ്റ് എക്സ്ട്രാ എഴുതണമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് എക്സ്ട്രാ എഴുതേണ്ട വരാത്തത് നമ്മൾ ആ പഴയത് കോപ്പി ചെയ്തെടുത്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് പാസ്വേഡ് നോട്ട് ഈക്വൽ എന്നുള്ള കിട്ടി. ഇനി നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ്. അതിൽ യൂസർ നെയിമും ഇമെയിലും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചെയ്യാൻ പറ്റില്ല, രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിലുള്ള യൂസർ നെയിമും പാസ്വേഡും നമുക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് യൂസർ നെയിമും ഇമെയിലും നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, എഗെയിൻ ഇനിയും ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതും. ആദ്യം പാസ്വേഡ് ആൻഡ് കൺഫേം പാസ്വേഡ്, അതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യണ ഓപ്ഷൻ. ദെൻ എന്ത് ചെയ്യുക, നമുക്ക് if എന്നൊരു കണ്ടീഷൻ, അതായത് if സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഒന്നെങ്കിൽ if തന്നെ എഴുതി വിടാം, ഇല്ലെങ്കിൽ ഓക്കെ if തന്നെയാണ് എഴുതേണ്ടത്. നമുക്ക് if സ്റ്റേറ്റ്മെൻറ്റ് തന്നെ എഴുതണം. അപ്പോൾ നമ്മൾ if സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇനിയും ചെക്കിംഗ് ഉണ്ട്. പാസ്വേഡ്, അതായത് പാസ്വേഡ് ആൻഡ് കൺഫേം പാസ്വേഡ് ഈക്വൽ ആണെങ്കിൽ മാത്രം യൂസർ നെയിമും ഇമെയിലും എക്സിസ്റ്റിംഗ് ആണോ എന്ന് നോക്കിയാൽ മതി. കാരണം എന്താണ്, ഇത് തെറ്റിപ്പോയാൽ പിന്നെ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അത് പാസ്വേഡും കൺഫേം പാസ്വേഡും ഫസ്റ്റ് if കണ്ടീഷൻ എഴുതിയത്, അതാണ് ഈ if ബോഡി, if ആൻഡ് ഇതിൻ്റെ എൽസ്. ഇനി ഇതിനുള്ളിൽ നമ്മൾ ഇനി എഴുതുവാണ് എന്ത്, if നമ്മുടെ എന്ത് ചെയ്യണം, നമ്മുടെ ഓൾറെഡി വരുന്ന ഇതിനകത്ത് നമ്മുടെ യൂസർ ടേബിൾ നമ്മൾ ചെക്ക് ചെയ്യണം. യൂസർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഫിൽറ്റർ, നമ്മൾ ഫിൽറ്റർ ഓൾറെഡി പഠിച്ചായിരുന്നു. നമ്മൾ 3 നോക്കിയില്ലായിരുന്നു. ജസ്റ്റ് ഗെറ്റ്, ഓള്, ഫിൽറ്റർ, അതിലൊരെണ്ണമാണ് ഫിൽറ്റർ. യൂസർ ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഫിൽറ്റർ, ഏത് വെച്ച് ഫിൽറ്റർ ചെയ്ത് നോക്കും നമ്മൾ, ഈ യൂസർ നെയിം. നമ്മൾ യൂസർ നെയിം ഈക്വൽ ടു എന്താണ്, നമ്മൾ ഈ പാസ് ചെയ്ത യൂസർ നെയിം, അതായത് ഈ പാസ് ചെയ്ത് യൂസർ നെയിം വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഫിൽറ്റർ ചെയ്യും. അതായത് ഇപ്പോൾ ഈ കണ്ടീഷൻ എന്താ ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ഡോട്ട് ഫിൽറ്റർ യൂസർ നെയിം. അപ്പോൾ എന്ത് ചെയ്യും, യൂസർ ടേബിളിൽ പോയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത യൂസർ നെയിം വെച്ച് ഫിൽറ്റർ ചെയ്യും. ഇപ്പോൾ നമ്മൾ QA സെറ്റ് എന്നുള്ള കൊടുത്ത് ഫിൽറ്റർ ചെയ്ത് നോക്കുമ്പോൾ ഇതിലെല്ലാം ചെക്ക് ചെയ്തിട്ട് QA സെറ്റ് മാച്ച് ആയത് റിട്ടേൺ എടുത്തുകൊണ്ട് വരും. അപ്പോൾ ഫിൽറ്റർ ഉപയോഗിക്കുന്ന നമ്മൾ, അതായത് ഫിൽറ്റർ എന്തെങ്കിലും ഒരു സംഭവം അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ എന്ത് ചെയ്യും, ഒബ്ജക്റ്റ് ഡോട്ട് ഫിൽറ്റർ, ഈ യൂസർ നമ്മുടെ വേരിയബിളാണ്. ഇത് നമ്മൾ ഇവിടുന്ന് ഫ്രണ്ട് എൻഡിൽ നിന്ന് പാസ് ചെയ്തിട്ട് യൂസർ നെയിം, ഈ യൂസർ നെയിം നമ്മുടെ യൂസർ ടേബിളിൽ ഫിൽറ്റർ ചെയ്ത് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് വേറെ ഓപ്ഷൻ ഡോട്ട് എക്സിസ്റ്റ്. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ യൂസർ നെയിം ഫിൽറ്റർ ചെയ്ത് പോകും ഫസ്റ്റ്. അപ്പോൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡോട്ട് എക്സിസ്റ്റ് എന്നുള്ള ഫംഗ്ഷൻ ചെക്ക് ചെയ്യും. ഡോട്ട് എക്സിസ്റ്റ്, ഈ യൂസർ നെയിം, ഈ യൂസർ ടേബിൾ, ഈ യൂസർ നെയിം എക്സിസ്റ്റ് ആണോ, ആണെങ്കിൽ എന്ത് ചെയ്യുക, ആണെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യണോ, വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ വിടണം. ആദ്യം മെസ്സേജസ് ഡോട്ട് എറർ, എന്ത് എറർ വേണം, റിക്വസ്റ്റ് യൂസർ നെയിം
ഓൾറെഡി ടേക്കുന്ന എന്തെങ്കിലും യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റ് എന്നുള്ള മെസ്സേജ് പ്രിൻ്റ് ചെയ്യണം. ദെൻ ഇഫ് കണ്ടീഷൻ നമ്മൾ റിട്ടേൺ റീഡയറക്റ്റ് എങ്ങോട്ട് റീഡയറക്റ്റ് നമ്മൾ സെയിം പേജ് തന്നെ നമ്മുടെ ബ്ലോഗ് രജിസ്റ്റർ ഓക്കെ ഇതിലേക്ക് റിട്ടേൺ. അപ്പോൾ ഇത് നമ്മൾ എവിടെയും കൊടുത്തിട്ടില്ലല്ലോ, ഇത് നമ്മൾ എവിടെ ഉണ്ടായി ഇഫ് ഇത് നമുക്ക് മൊത്തത്തിൽ ചെയ്യാം. ഇഫ് ഇത് അതായത് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ബോഡിക്കകത്ത് കയറിയിട്ട് റിട്ടേൺ പോകും. അല്ല യൂസർ നെയിം എക്സിസ്റ്റ് ചെയ്യുന്നില്ല, എങ്ങനെയാണ് ഇതിൽ കയറുമോ, ഈ ബോഡി കയറില്ല. ദെൻ നമുക്ക് നെക്സ്റ്റ് കണ്ടീഷനാണ്, അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എലീഫ് നമുക്ക് ചെയ്യാം. അതിൽ കയറിയില്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെയ്യുക എലീഫ് അടുത്ത് ചെക്ക് ചെയ്യുക. ഇത് നമ്മൾ കോപ്പി ചെയ്യുകയാണ്, യൂസർ നെയിം ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് എക്സിസ്റ്റ് ആണെന്ന് നെക്സ്റ്റ് കോപ്പി ചെയ്യുകയാണ്. അത് നെക്സ്റ്റ് യൂസർ നെയിം ഒബ്ജക്റ്റ് ഡോട്ട് ഫിൽട്ടർ എന്താ അടുത്ത ഫിൽട്ടർ ചെയ്യണം നമ്മൾ ഇമെയിൽ ഫീൽഡ് എക്സിസ്റ്റിംഗ് ആണെന്ന് ഇമെയിൽ ഈക്വൽ ടു ഇമെയിൽ ഫീൽഡ് എന്തൊക്കെയാണ് നമ്മൾ പാസ് ചെയ്യുന്നത് ഇമെയിൽ. സോ ഇപ്പോൾ ഈ ഫീൽഡ് എന്ത് ചെയ്യും, ഇതിനകത്ത് നമ്മൾ എന്ത് കൊടുക്കും, ഇത് ഇപ്പോൾ ഫസ്റ്റ് യൂസർ നെയിം ഫിൽട്ടർ ചെയ്തിട്ട് അത് എക്സിസ്റ്റ് ആണോ നോക്കി. ഇൻ കേസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് ട്രൂ ആവും. സോ ഈ ബോഡി കയറിയിട്ട് ഇത് റിട്ടേൺ പോകും, താഴോട്ടുള്ളതൊന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. സോ ഇത് ഫോൾസ് ആയി, കാരണം എക്സിസ്റ്റ് ചെയ്തിട്ടില്ല. സോ ഈ ഇഫ് കണ്ടീഷൻ എടുക്കില്ല. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ ചെയ്യിക്കും എലീഫ്, അതല്ലെങ്കിൽ അടുത്ത ഇഫ് കണ്ടീഷൻ ചെയ്യിക്കും. ഇത് യൂസർ ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഫിൽട്ടർ ഇമെയിൽ എക്സിസ്റ്റ് ആണെന്ന്. ഇമെയിൽ എക്സിസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഈ സെയിം തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഇത് ഞാൻ കോപ്പി ചെയ്യുകയാണ് ടൈപ്പ് ചെയ്യുന്നതിന് പകരം. ഇതിനകത്ത് മെസ്സേജ് ഡോട്ട് എറർ എന്താണ്, ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റ് റിട്ടേൺ. സോ എന്ത് റിട്ടേൺ ചെയ്യുക. ഇനി അപ്പോൾ ഈ ഇഫ് കണ്ടീഷൻ ഫസ്റ്റ് യൂസർ നെയിം എക്സിസ്റ്റ് ആണോ നോക്കി, ആണെങ്കിൽ ഈ ബോഡി കയറി റിട്ടേൺ പോയി എററായി. അല്ല ഇനി ഇതെടുത്തില്ല, ഇത് ഫോൾസ് ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ഇല്ല. ദെൻ എലീഫിൽ വരും. എലീഫ് ചെക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇമെയിൽ എക്സിസ്റ്റ് ആണെന്ന്. ഇമെയിൽ എക്സിസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇതിൻ്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും. സോ ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റ് എന്നുള്ള മെസ്സേജുമായിട്ട് രജിസ്റ്ററിലേക്ക് തിരിച്ചു പോകും. ഇൻ കേസ് ഇതും വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ, ഓൾറെഡി ഇമെയിലും എക്സിസ്റ്റിംഗ് അല്ല, യൂസർ നെയിമും എക്സിസ്റ്റിംഗ് അല്ല, ഇമെയിലും എക്സിസ്റ്റ് അല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് രജിസ്റ്റർ ചെയ്യാം. സോ നമുക്ക് ഈ ഈഫിൻ്റെ ഒരു എൽസ് എടുക്കാമല്ലോ. ഈ എലീഫിൻ്റെ എൽസിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക, യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കുന്നത് ഈ ബോഡിക്കകത്തായിരിക്കും. അപ്പോൾ ഓക്കെ ആണ് ഉണ്ടോ. ഇപ്പോൾ നമ്മുടെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. മൊത്തം ഈ സ്റ്റേറ്റ്മെൻറ്റ് കളികളാണ് മൊത്തം. ആദ്യം റിക്വസ്റ്റ് നോട്ട് മെത്തേഡ് പോസ്റ്റ് ആണെന്ന് ചെക്ക് ചെയ്തു, ആണെങ്കിൽ കയറി യൂസർ നെയിം ഇമെയിലും പാസ്വേഡും കൺഫേം പാസ്വേഡ് എടുത്തു. ഫസ്റ്റ് പാസ്വേഡ് ആൻഡ് കൺഫേം പാസ്വേഡ് ഈക്വൽ ആണോ എന്ന് നോക്കി. അതായത് ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ മാത്രം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ എൽ സ്റ്റേറ്റ്മെൻറ്റ് പോയിട്ട് ഈ മെസ്സേജുമായിട്ട് ബ്ലോക്ക് പേജിലേക്ക് റിട്ടേൺ പോകും. അതായത് എറർ പാസ്വേഡ് നോട്ട് ഈക്വൽ. ഇൻ കേസ് ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിതിൻ്റെ ബോഡിയിൽ കയറാം. അതായത് ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, ഇതാണ് ഇതിൻ്റെ ബോഡി. ഈ ഇഫിൻ്റെ ബോഡിയിലേക്ക് അകത്തേക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പിന്നെ ഇഫ് കണ്ടീഷൻ ഇഫ് യൂസർ ഡോട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ഫിൽട്ടർ പാസ് ചെയ്ത യൂസർ നെയിം എക്സിസ്റ്റ് ആണോ എന്ന് നോക്കി, ആണെങ്കിൽ എന്ത് ചെയ്യും, ഇത് ട്രൂ ആവും. സോ ഇതിൻ്റെ ബോഡി കയറി ഈ മെസ്സേജുമായിട്ട് ഇത് റിട്ടേൺ പോകും. അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഫോൾസ് ആണെങ്കിൽ ജസ്റ്റ് എലീഫ് ചെക്ക് ചെയ്യും, ഇതിൽ കയറുമ്പോൾ എക്സിസ്റ്റ് ആണെങ്കിൽ ഈ മെസ്സേജുമായിട്ട് റിട്ടേൺ പോകും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലും കയറിയില്ല എന്നുണ്ടെങ്കിൽ ഈഫും എലീഫും വർക്ക് ചെയ്യില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എൽസ് ബോഡി വർക്ക് ചെയ്യും. സോ എൽസ് ബോഡി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂസറെ ക്രിയേറ്റ് ചെയ്യും. അതായത് യൂസർ നെയിമും ഇമെയിലും എക്സിസ്റ്റിംഗ് അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, യൂസറെ ക്രിയേറ്റ് ചെയ്യും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ കൊടുത്ത മെസ്സേജസ് വരുന്നുണ്ടെന്ന്. ഓക്കെ, യൂസറിനെ ഞാൻ ഓൾറെഡി ക്യു എ സെറ്റ് ഉള്ളതാണ്. നമുക്ക് ഞാൻ ഡമ്മി അടിച്ച് വയ്ക്കുകയാണ്. ഇത് കറക്റ്റ് കൊടുത്താൽ മാത്രമാണ് ഇതിനകത്തേക്ക് കയറുള്ളൂ. 1 2 3 ഉണ്ടോ, യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റ്. കാരണം ക്യു ഐ സെറ്റ് എന്നൊരു യൂസർ നെയിം നമ്മുടെ ടേബിളിലുണ്ട്. ഉണ്ടോ ക്യു ഐ സെറ്റ്. ഇനി നമുക്ക് ക്യു ഐ സെറ്റ് ജിമെയിലും വേറൊരു ഇല്ലാത്തൊരു യൂസർ നെയിമും കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ യൂസർ നെയിം എന്തായാലും നമുക്കില്ല. QA@gmail.com നമ്മൾ ഓൾറെഡി ഉള്ളതാണ്. ഇത് 1 2 3 ഇത് 1 2 3 രജിസ്റ്റർ. ഉണ്ടോ, ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റ്. അപ്പോൾ നമ്മുടെ ചെക്കിംഗ് ഒക്കെ കറക്റ്റാണ്. അപ്പോൾ എന്തായി, ഇതിന് വേണം നമുക്കൊരു മെസ്സേജും കൂടെ പ്രിൻറ്റ് ചെയ്യാം.
എൽസ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊരു മെസ്സേജ് കൂടി പ്രിൻറ്റ് ചെയ്യാം. നമ്മുടെ ഇത് സക്സസ് ആയെന്ന് വേണമെങ്കിൽ നമുക്കപ്പോൾ ഈ എൽസിലാണല്ലോ നമ്മുടെ വർക്കും കാര്യങ്ങൾ ഇതിവിടെ ഇഷ്യൂ വരിക. കാരണം ഇവിടെ ഈ എൽ സ്റ്റേറ്റ്മെൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും റിട്ടേൺ ഉണ്ടോ? ഇല്ല. സോ നമ്മൾ മസ്റ്റായിട്ട് ഒരു റിട്ടേൺ കൊടുത്തിരിക്കണം. ഈ ഫീൽഡ് എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ റിട്ടേൺ എടുക്കാൻ ഇവിടെ എന്തൊരു എറർ വന്നു. ഇത് എക്സ്ട്രാ കയറി വന്നത്. ലോഗിൻ ചെയ്യാൻ റിട്ടേൺ ഇടരുത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു മെസ്സേജ് കൂടെ പാസ് ചെയ്യാം. ഞാൻ ഈ മെസ്സേജ് കോപ്പി എടുക്കുകയാണ്. നിങ്ങൾ ടൈപ്പ് ചെയ്ത് തന്നെ പഠിക്കണം. ഇതിനകത്ത് മെസ്സേജിൻ്റെ കൂടെ തന്നെ ഉണ്ട് സക്സസ്. ഒരു സക്സസ് മെസ്സേജ് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് നമുക്കൊന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിനി ഒരു യൂസറെ ഇല്ലാത്തൊരു യൂസറെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം. പാസ്വേഡ് 123 ദെൻ 123 രജിസ്റ്റർ ചെയ്ത് നോക്കാം. യെസ്, സക്സസ്. അപ്പോൾ നമുക്കങ്ങനെ ഒരാൾ രജിസ്റ്റർ ക്രിയേറ്റ് ആയിട്ട് നോക്കാം. SH എന്ന ഒരാൾ. യെസ്, ഇതാണ് നമ്മുടെ യൂസർ ക്രിയേറ്റ് ആയി. അപ്പോൾ നമുക്ക് യൂസർ നെയിം പാസ്വേഡും ഒക്കെ ഇങ്ങനെയായിരിക്കും നമ്മളൊരു രജിസ്ട്രേഷൻ കൊടുക്കുക. കാരണം നമുക്ക് യൂസർ നെയിമോ ഇമെയിലോ എക്സിസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് സെയിം പേരിൽ, കാരണം നമ്മൾ ഇന്നലെ ചെക്ക് ചെയ്തപ്പോൾ കണ്ടിരുന്നു ഓൾറെഡി ഉള്ള ആളെ രജിസ്റ്റർ ചെയ്തപ്പോൾ പേജ് എററിലേക്ക് പോയി. കാരണം അങ്ങനെ ജാങ്കോ ഓൾറെഡി സപ്പോർട്ട് ചെയ്യില്ല യൂസർ ടേബിളിലേക്ക്. എക്സിസ്റ്റിംഗ് ആണെങ്കിൽ പുതിയ ആളെ രജിസ്റ്റർ ചെയ്യിക്കില്ല. അപ്പോൾ നമുക്കതൊരു എറർ വരും. സോ നമ്മുടെ പേജിലത് എഫക്റ്റ് ചെയ്യും. സോ ഈ കേസിൽ എന്തായി, ഇപ്പോൾ നമുക്ക് സക്സസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞു. നമ്മുടെ യൂസർ നെയിം പാസ്വേഡും ഇതിൽ നമുക്ക് ഈ പാസ്വേഡ് ആൻഡ് കൺഫേം പാസ്വേഡ് നമുക്ക് ക്ലയൻറ്റ് സൈഡ് വെരിഫിക്കേഷൻ തന്നെ ചെയ്യാം ഈ ജാവാസ്ക്രിപ്റ്റോ ജേക്വറി ഉപയോഗിച്ച്. ഇത് നമുക്ക് ബാക്ക് എൻഡിൽ കൊണ്ട് ചെക്ക് ചെയ്യുന്നത് നല്ല കാര്യമല്ല. ബട്ട് നമുക്കിപ്പോൾ തുടക്കത്തിൽ എന്ന രീതിയിൽ ഇങ്ങനെ നോക്കാം. ജാവാസ്ക്രിപ്റ്റൊക്കെ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാം. ബട്ട് യൂസർ നെയിം ആൻഡ് ഇമെയിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേറെ മാർഗ്ഗമില്ല. ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ചെക്ക് ചെയ്തതെന്ന്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ്റെ ഫീൽഡ് നമ്മൾ കഴിഞ്ഞിട്ടും ഇനി നെക്സ്റ്റ് സെക്ഷൻ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അതായത് നമ്മുടെ പേജിൻ്റെ ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഗൈസ്.